അസാധാരണമായ അപകടം, അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനം, 3 ഘട്ടങ്ങളിലായി തുടർന്ന രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ അത് വിജയത്തിലേക്ക് എത്തുമ്പോൾ അപകടം നടന്ന് 29 മണിക്കൂർ സമയം പിന്നിട്ടിരുന്നു. വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് 2ാം ദിവസത്തെ ദൗത്യം പുനരാരംഭിക്കുന്നത്. കൃത്യം 1 മണിക്കൂർ പിന്നിട്ട് 20 മിനിറ്റ് സമയം കൂടി കടന്ന വേളയിലാണ് തകർന്ന ബുൾഡോസറിൻ്റെ ഡ്രൈവർ ക്യാബിൻ കണ്ടെത്തിയത്. അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു ബീഹാർ സ്വദേശി അജയ് റായിയുടെ മൃതശരീരം കണ്ടെത്തിയത്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായ ഫയർഫോഴ്സ് സംഘങ്ങളിൽ ചിലർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജീവനെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൗത്യമാണ് 2 ദിവസമായി നിങ്ങൾ നടത്തിയത്. സാബു സാർ. അതെ, അതീവ ദുഷ്കരമായി സ്വജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചത്. അതിൽ 2 പേരുടെ മരണം നമുക്ക് വളരെ വിഷമത്തോട് കൂടിയാണെങ്കിൽ കൂടി ഈ വർക്ക് ചെയ്ത് പരിപൂർണ്ണ വിജയിപ്പിച്ചതിൽ വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഓരോ ഫയർഫോഴ്സ് ജീവനക്കാരനും ഒപ്പം ഇവിടെ കൂടിയ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരും നിൽക്കുന്നത്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:20 കോന്നി പത്തനംതിട്ട നിലയങ്ങളിൽ മെസ്സേജ് വരികയും അപ്പോൾ തന്നെ ഈ അപകട സ്ഥലത്തേക്ക് എത്തുകയും അതീവ ദുർഘടമായിരുന്നു. ആദ്യത്തെ ഒരു മണിക്കൂറിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് അതായത് പാറ ഇടിഞ്ഞ് വീഴുന്ന അവസ്ഥയിലായിരുന്നു. ആ ദുർഘടം പിടിച്ച അവസ്ഥയിലാണ് തൊട്ട് താഴെ ഈ 2 പേർ കുടുങ്ങിക്കിടക്കുന്നതെന്ന് മെസ്സേജ് കിട്ടുന്നു. തൊട്ട് താഴെ ഒരാളുടെ കാൽപാദം കാണുന്നു. അതോടൊപ്പം തന്നെ 2 പേർ പാനിക്കായി അപ്പുറത്ത് അവരുടെ കൂട്ടത്തിലുള്ളവർ ഇപ്പുറത്ത് വരാതെ അപ്പുറത്ത് ജീവൻ നിലനിർത്തി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയും ആ 2 പേരെ അപകടത്തിൽപ്പെട്ടതെന്ന് 2 പേരെ രക്ഷപ്പെടുത്തി ഇക്കരെ എത്തിക്കുകയും ഒപ്പം അവിടുത്തെ ബുൾഡോസർ ഉപയോഗിച്ച് തന്നെ പാറ കല്ല് മാറ്റി അതിനടിയിലുണ്ടായിരുന്ന ഈ ബുൾഡോസറിൻ്റെ ഹെൽപ്പറെ സ്ട്രെച്ചറിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയും തുടർന്ന് 30 മിനിറ്റ് കഴിയുന്ന സമയത്തേക്ക് തന്നെ ആ ഭാഗത്ത് വീണ്ടും പാറ ഇടിഞ്ഞ് വീഴുകയും അതോടെ ഇന്നത്തെ വർക്ക് അവസാനിപ്പിക്കുകയും ഇന്ന് ഫയർഫോഴ്സിൻ്റെ തന്നെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ കൂടെ സേവനത്തോടു കൂടി നമുക്കിന്ന് രാവിലെ 7 മണിക്ക് എത്തിയെങ്കിലും വർക്ക് പരിപൂർണ്ണമായിട്ട്, അതായത് മെഷീനറിയുടെ അഭാവം നിമിത്തം നമുക്ക് വർക്ക് പുനരാരംഭിക്കാൻ കഴിഞ്ഞത് വൈകിട്ട് 6:30 മണിക്ക് ശേഷമാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ബീഹാർ സ്വദേശിയെ പുറത്തെടുത്ത് നമ്മൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീം അംഗങ്ങൾ ദൗത്യം പരിപൂർണ്ണമായി പൂർത്തീകരിച്ചു. നമ്മുടെ റീജിയണൽ ഫയർ ഓഫീസറും ജില്ലാ ഫയർ ഓഫീസറും ഒന്നിച്ചു നിന്ന് 2 ദിവസവും നേതൃത്വം നൽകി. ഇതാണ് 8:20 മൃതശരീര ഭാഗങ്ങൾ കാണുന്നത്. പിന്നീട് സംഘങ്ങളിൽ 3 പേർ ആ സ്ഥലത്തേക്ക് വടത്തിൽ ഇറങ്ങി മൃതശരീരം പ്രത്യേക ബാഗിനുള്ളിൽ ആക്കിയ ശേഷം അത് എക്സ്കവേറ്ററിൻ്റെ ബക്കറ്റ് ഭാഗത്ത് ഘടിപ്പിച്ചാണ് മുകളിലേക്ക് എത്തിച്ചത്. 9 മണിയോടുകൂടി മൃതശരീരം ആംബുലൻസിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ ഇൻക്വസ്റ്റും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി വിമാനമാർഗം ബന്ധുക്കൾക്ക് അവരുടെ നാട്ടിലെത്തിച്ച് കൈമാറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്കാണ് കാര്യങ്ങൾ എടുക്കുന്നത്.